ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ട് പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ ഒരു 2-3 കഷ്ണങ്ങൾ എടുത്തിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുട്ടിൻ്റെ പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു ഗ്ലാസ് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ വേണം. പിന്നെ നമുക്ക് വെള്ളവും ഉപ്പുമാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഈ കപ്പ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കണം. അതിനകത്തുള്ള ഫസ്റ്റത്തെ ഒരു ഇത് കളയണം, വെള്ളം കളയണം, എന്നിട്ട് പിഴിഞ്ഞെടുക്കണം. അതാദ്യം ചെയ്യും. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് പിഴിഞ്ഞെടുക്കാം. നല്ലോണം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം അതിനകത്തുള്ള ഫസ്റ്റ് വെള്ളം നമ്മൾ കളയണം. കപ്പയിൽ ഇതന്നെ മിക്സായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇനി ഇത് പുട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നല്ലോണം ഈ പുട്ടുപൊടിയും കപ്പയും ഉപ്പും ചേർത്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ പുട്ടുപൊടിയിൽ കപ്പയും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഇതിലേക്ക് വെക്കാം. നമ്മുടെ പുട്ടുപൊടി 1 ഗ്ലാസ് ഉണ്ട്, മറ്റേ കപ്പ ഒരു ഹാഫ് ഉണ്ട്. ഉപ്പും തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മസൂരി ഡാൾഡാണ്, കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി, ഒരു തക്കാളി മീഡിയം സൈസിലുള്ള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 ഉള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഉപ്പ്, ഇതെല്ലാം കുക്കറിനകത്ത് ഇട്ടിട്ട് നമുക്ക് വേവിച്ച് എടുത്തിട്ട് വരാം, കുക്ക് ചെയ്തിട്ട് വരാം. കുക്കറിനകത്തേക്ക് നമ്മളെല്ലാം എടുത്ത് വെച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഇടാം. നമുക്ക് കടുക് താളിച്ചിടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം.